ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളെ, റിമാമിസ് ആണ് കേട്ടോ. എടാ, നമ്മുടെ മെഡീവൽ പീരീഡ് എന്ന് പറയുന്നത് എപ്പോൾ തൊട്ടാണ്? 8 മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെഡീവൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു മെഡീവൽ പീരീഡിൽ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയിട്ടുള്ള രാജാക്കന്മാരായിരുന്നു സുൽത്താൻമാർ എന്ന് പറയുന്നത്. ഈ സുൽത്താൻമാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു സൽത്തനത്ത് കാലം അല്ലെങ്കിൽ സുൽത്താനേറ്റ് പീരീഡ് എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുൽത്താനേറ്റ് പീരീഡിനെ കുറിച്ചാണ്. നോക്കിക്കോ മക്കളെ, CE 1206 മുതൽ 1526 വരെയുള്ള ആ ഒരു പീരീഡ്, ആ ഒരു കാലഘട്ടത്തെ, ആ ഒരു പീരീഡിൽ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയിട്ടുള്ള രാജാക്കന്മാരെയാണ് നമ്മൾ സുൽത്താൻമാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് ഏതടാ? CE 1206 മുതൽ 1526 വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ സുൽത്താനേറ്റ് പീരീഡ് അല്ലെങ്കിൽ സൽത്തനത്ത് കാലം എന്ന് വിളിക്കുന്നത്. ആ ഒരു പീരീഡിൽ, ആ ഒരു സമയത്ത് ഭരണം നടത്തിയിട്ടുള്ള രാജാക്കന്മാരെ നമ്മൾ സുൽത്താൻമാർ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കാലത്ത് 5 മേജർ ഡൈനാസ്റ്റികളായിരുന്നു അല്ലെ ഈ സുൽത്താനേറ്റ് പീരീഡിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. 5 എണ്ണമായിരുന്നു: മാംലൂക്ക് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി ആൻഡ് ലോഡി ഡൈനാസ്റ്റി കേട്ടോ. 5 മേജർ ഡൈനാസ്റ്റികളായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കിത് സിമ്പിളായിട്ട് പഠിക്കാൻ മിസ് ഒരു കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാമൂക്ക തഗ്ഗടിച്ചപ്പോ സായി ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാമൂക്ക തഗ്ഗടിച്ചപ്പോ സായി ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാമൂക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ മാമു എന്ന് പറയുമ്പോൾ നിങ്ങൾ മാംലൂക്ക് ഡൈനാസ്റ്റി മൈൻഡിലേക്ക് കൊണ്ടുവരാം. മാംലൂക്ക് ഡൈനാസ്റ്റി. മാമൂക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഖൽജി ഡൈനാസ്റ്റി പഠിക്കും. മാമൂക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 ഡൈനാസ്റ്റികൾ പഠിച്ചു, മാംലൂക്ക് ഡൈനാസ്റ്റിയും ഖൽജി ഡൈനാസ്റ്റിയും. തുഗ്ലക്, തഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് തുഗ്ലക് ഡൈനാസ്റ്റി ഓടിയെത്തണം. മാമൂക്ക തഗ്ഗടിച്ചപ്പോ സായി എന്ന് പറയുമ്പോൾ സയ്യിദ് ഡൈനാസ്റ്റി നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. സായി ലോഡ്ജിന്ന് ഇറങ്ങിപ്പോയി. ലോഡ്ജി എന്ന് പറയുമ്പോൾ ലോഡി ഡൈനാസ്റ്റി നിങ്ങളുടെ മനസ്സിൽ വരണം അല്ലെ. ഈ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 5 ഡൈനാസ്റ്റികളെ ഓർഡറിൽ തന്നെ പഠിക്കാൻ പറ്റും. മാമൂക്ക തഗ്ഗടിച്ചപ്പോ സായി ലോഡ്ജിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ 5 മേജർ ഡൈനാസ്റ്റികളാണ് നമ്മുടെ സുൽത്താനേറ്റ് പീരീഡിൽ ഉണ്ടായിരുന്നത് അല്ലെ. ഈ 5 ഡൈനാസ്റ്റികളിലും ഭരണം നടത്തിയിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കടാ, മാംലൂക്ക് ഡൈനാസ്റ്റിയിൽ കുതുബുദ്ദീൻ ഐബക്ക് ആയിരുന്നു. കുതുബുദ്ദീൻ ഐബക്കിന് ശേഷം ഇൽത്തുമിഷ് ആയിരുന്നു ഭരണത്തിൽ വന്നത്. നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഇൽത്തുമിഷിനെ കുറിച്ചാണ്. ഇൽത്തുമിഷിന്റെ സംഭാവനയായിരുന്നു അദ്ദേഹം ഈ ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മോണിറ്ററി സിസ്റ്റം, ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നമ്മൾക്ക് വേണ്ടി കൊണ്ടുവന്നത് ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന 2 കോയിൻസ് ആയിരുന്നു തങ്ക ആൻഡ് ജിതൽ. തങ്ക എന്ന് പറയുന്നത് ഗോൾഡ് കോയിനും ജിതൽ എന്ന് പറയുന്നത് സിൽവർ കോയിനുമായിരുന്നു. ദെൻ ഖൽജി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു അലാവുദ്ദീൻ ഖൽജി. നിങ്ങൾ അലാവുദ്ദീനും അത്ഭുതവിളക്കും പണ്ടൊക്കെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ. അതിലെ ഒരു അലാവുദ്ദീൻ ഓർത്ത് വെച്ചാൽ മതി. അലാവുദ്ദീനും അത്ഭുതവിളക്കും അങ്ങനത്തെ സിനിമയൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു സിനിമ ഇല്ലേ? ഓക്കെ, അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു ഖൽജി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളർ. അടുത്തത് തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. അതിനുശേഷം ഫിറോസ് ഷാ തുഗ്ലക് വന്നു. പക്ഷെ നമുക്കിവിടെ പഠിക്കാനുള്ളത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചാണ് കേട്ടോ. തുഗ്ലക് എന്ന് പറയുന്നത് ബുദ്ധിമാനായിട്ടുള്ള ഒരു മണ്ടനായിരുന്നു കേട്ടോ. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മണ്ടത്തരങ്ങളായിരുന്നു, പക്ഷെ ബുദ്ധിമാനായ ഒരു മണ്ടനായിരുന്നു. ദെൻ അടുത്തത് സയ്യിദ് ഡൈനാസ്റ്റി. സയ്യിദ് വംശത്തിലെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു ഖിസിർ ഖാൻ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ലോഡി ഡൈനാസ്റ്റി. ലോഡി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു മക്കളെ ഇബ്രാഹിം ലോധിയിലെ. ഈ ഇബ്രാഹിം ലോധിയോട് കൂടി നമ്മുടെ സുൽത്താനേറ്റ് പീരീഡ് എന്താണ് അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 5 മേജർ ഡൈനാസ്റ്റികളിലെ സുൽത്താനേറ്റ് പീരീഡിലെ 5 പ്രധാനപ്പെട്ട രാജവംശങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.